നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മന്ത്രിയെത്താത്തതിനാൽ തെന്മല വൈൽഡ് ലൈഫ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം നേരം പോക്കാകുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ്. തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ലെന്നും ആക്ഷേപം. കേരളത്തിൽ പോലീസ് സർവകലാശാല സ്ഥാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സേനയിലേക്കുള്ള PSC ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രം. മന്ത്രി എത്താത്തതിനാൽ തെന്മലയിൽ വൈൽഡ് ലൈഫ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഇതുമൂലമുണ്ടായത് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. മന്ത്രി എത്താത്ത സാഹചര്യത്തിൽ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശെന്തുരുണി വന്യജീവി സങ്കേതം കേന്ദ്രമാക്കി പുതുതായി രൂപം കൊണ്ട വൈൽഡ് ലൈഫ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് മാറ്റിവെച്ചത്. തിങ്കളാഴ്ചയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. ഇതിനായി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുകയും MP അടക്കം പങ്കെടുക്കേണ്ടവരെ ക്ഷണിക്കുകയും ആർച്ചടക്കം ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു. 2 ലക്ഷത്തോളം രൂപയാണ് ഒരുക്കങ്ങൾക്കായി ചെലവഴിച്ചതത്രേ. എന്നാൽ തിങ്കളാഴ്ച രാവിലെ മന്ത്രി പങ്കെടുക്കില്ലെന്ന് അറിയിപ്പ് കിട്ടിയതോടെ സംഘാടകർ ഉദ്ഘാടന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഉദ്ഘാടനം മാറ്റിവെച്ചതോടെ 2 ലക്ഷത്തോളം രൂപ നഷ്ടമായതായാണ് കണക്കാക്കപ്പെടുന്നത്. മന്ത്രി പങ്കെടുത്തില്ലെങ്കിൽ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് പകരം ചടങ്ങു തന്നെ മാറ്റിവെച്ച സംഘാടകരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. ഏതാണ്ട് 1.25 കോടി രൂപയുടെ ഒരു വലിയൊരു പദ്ധതിയാണ് അതിന്റെ 1ാം ഘട്ട ഉദ്ഘാടനമാണ് ബഹുമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഇത് ആരെ അറിയില്ല. ഉദ്ഘാടനം മാറ്റിവെച്ച വിവരം ഒരൊറ്റ ജനങ്ങളോട് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് ഈ ഉദ്ഘാടന സംബന്ധമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പണം ഇത്തരത്തിൽ പാഴാക്കി കളയാൻ കൂട്ടുനിന്ന വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഉദ്യോഗസ്ഥരുടെ അവരുടെ മേൽക്കോയ്മ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവരുടെ ചില ധാർഷ്ട്യത്തിന്റെ പുറത്താണ് ഈ ഉദ്ഘാടനം ഇങ്ങനെ മാറ്റിവെക്കാനായിട്ട് സാഹചര്യമുണ്ട്. ആ മന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സമയമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട MP ആണ്. എന്തുകൊണ്ട് MP ഇവിടെ എത്തുന്നില്ല? ആ MPക്കും സമയമില്ലെങ്കിൽ MLAക്ക് ഇവരുടെയൊക്കെ ആലോചിച്ചില്ലേ ഇവരുടെയൊക്കെ ഡേറ്റ് എടുക്കുന്നത്? ഇതൊക്കെ അപ്പോഴും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഈ ശെന്തുരുണി ഇക്കോ ടൂറിസം പദ്ധതിയുമായിട്ട് നടക്കുന്ന അതിന്റെ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. സാധാരണക്കാരന്റെ പൈസയാണ്. നമുക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ കണ്ടു ആഹാരം കൊണ്ടുവരുന്നു. ഈ ആഹാരമൊക്കെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി നശിപ്പിക്കുന്നു? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടേ. ഇതിനെ ഇങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിയമപരമായിട്ട്. കാരണം 2 ലക്ഷം രൂപയെ പുറത്താണ് നമ്മുടെ ഈ സാമ്പത്തിക ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വേസ്റ്റാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നേരത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അടിച്ചതിലും വിവാദമുണ്ടായിരുന്നു. ചില ജനപ്രതിനിധികളുടെ പേരുകൾ സ്ഥാനം മാറി എന്ന കാരണത്താൽ നോട്ടീസ് 2ാമതും അടിക്കേണ്ടി വന്നു. ഇതും അധിക ചെലവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഉദ്ഘാടനം മാറ്റിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചോ അടുത്ത ഉദ്ഘാടന തീയതി ഏതെന്നോ വെളിപ്പെടുത്താൻ വൈൽഡ് ലൈഫ് കേന്ദ്രങ്ങൾ തയ്യാറായിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. നവീകരണത്തിന്റെ ഭാഗമായി കിറ്റ്കോയുടെ എഞ്ചിനീയർ സംഘം പുനലൂർ തൂക്കുപാലം സന്ദർശിച്ചു. അതേസമയം പാലത്തിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ നവീകരിക്കാതെ കമ്പകപ്പലകൾ പാകാൻ അനുവദിക്കില്ലെന്ന് തൂക്കുപാല സംരക്ഷണ സമിതി പ്രസിഡന്റ് MN നിഷാദ് അറിയിച്ചു. പുനലൂർ തൂക്കുപാലം നവീകരിക്കുന്നതിന്റെ ഭാഗമായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കിറ്റ്കോയുടെ എഞ്ചിനീയർ സംഘം തൂക്കുപാലം സന്ദർശിച്ചു. നവംബർ 20-ന് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ എഞ്ചിനീയർ സംഘം തൂക്കുപാലം സന്ദർശിച്ചത്. പാലത്തിൽ കമ്പകപ്പലകൾ പാകുന്നതിനും വശങ്ങളിലെ സിമന്റ് പണികൾക്കും ഇലക്ട്രിക് ജോലികൾക്കും പൂന്തോട്ട നിർമ്മാണത്തിനുമായി 44 ലക്ഷം രൂപയുടെ കരാറാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പാലത്തിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ നവീകരിക്കുന്നതിന് കരാറിൽ തുക വകയിരുത്തിയിട്ടില്ല. കമ്പകപ്പലകൾ പാകുന്നതിനു മുമ്പ് ഇരുമ്പ് ഭാഗങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കുമെന്നും ഇരുമ്പ് ഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുമെന്നും അത്തരം നടപടികൾക്ക് അനുവദിക്കില്ലെന്നും തൂക്കുപാല സംരക്ഷണ സമിതി പ്രസിഡന്റ് MN നിഷാദ് പറഞ്ഞു. ഒരു എളുപ്പപ്പണി നമ്മൾ ആഗ്രഹിക്കുന്നു. കിറ്റ്കോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഈ കോൺട്രാക്ടർ ഇവിടെ മരം അല്ലെങ്കിൽ തടി ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു തീർച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊരു സുതാര്യത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയ ശേഷം മാത്രമേ ഈ വന്നിരിക്കുന്ന കോൺട്രാക്ടർക്ക് പണിയുള്ളൂ. ഏതായാലും തൂക്കുപാലത്തിൻ്റെ സമരമുറയിൽ നിൽക്കുന്ന ഞങ്ങൾ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ നിൽക്കും. എളുപ്പപ്പണി സമ്മതിക്കുന്ന പ്രശ്നമേയില്ല. നിലവിലെ കരാർ പ്രകാരം കുളത്തൂപ്പുഴ കടയ്ക്കാമൺ ഡിപ്പോകളിൽ നിന്നും ഏറ്റെടുക്കുന്ന കമ്പകത്തടികൾ കൊച്ചുവേളിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് പ്രോസസിംഗിന് ശേഷമാണ് പുനലൂരിലെത്തിച്ച് തൂക്കുപാലത്തിൽ പാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം നേരമ്പോക്കായി മാറുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. നടപ്പാക്കാത്ത വിവിധ തീരുമാനങ്ങളുടെ പട്ടിക നിരത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുനലൂർ നഗരത്തിൽ നടപ്പാക്കാൻ താലൂക്ക് സമിതി എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായിട്ടില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AK നസീറും സനിൽകുമാറും താലൂക്ക് വികസന സമിതിയിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തഹസീൽദാരുടെ ചേംബറിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് 11 യോഗം ചേർന്നു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വാട്ടർ അതോറിറ്റി, സ്കൂൾ അധികൃതർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ ട്രാഫിക് പരിഷ്കരണത്തിനായി 11 നിർദ്ദേശങ്ങളാണ് ഉണ്ടായത്. ഇവയെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്കും വിവിധ വകുപ്പുകൾക്കും നിർദ്ദേശവും നൽകി. എന്നാൽ 2 മാസം പൂർത്തിയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഈ തീരുമാനങ്ങൾ, അതായത് ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി MLAയുടെ സാന്നിധ്യത്തിൽ കൂടിയ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ രേഖാമൂലം ബഹുമാനപ്പെട്ട തഹസീൽദാരെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. അതിന്റെ പകർപ്പുകളാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈ പകർപ്പിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി, നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷമായിട്ടുള്ള കമ്മിറ്റി ഇന്ന് വരെ കൂടിയിട്ടില്ല. ശബരീരി സ്കൂളിന്റെ യൂത്ത് ടൈം സംവിധാനം നിർത്തലാക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു വാർഡനെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞു, നടന്നിട്ടില്ല. മൊത്ത വ്യാപാരശാലകളിൽ 11 മണി തൊട്ട് 3 മണി വരെയാണ് കയറ്റിയിറക്ക്. അത് നിർബാധം ഇപ്പോഴും 7 മണിക്കും 8 മണിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിർബാധം തുടരുന്നു. പാർക്കിംഗ് ബോർഡുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നഗരസഭാ അധികാരികളും കൂടെ ചേർന്നുകൊണ്ട് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ആ പാർക്കിംഗ് ബോർഡുകൾ നിങ്ങൾ നോക്കുക, നഗരത്തിൽ ഒരിടത്ത് പോലും അതിന്റെ അനുയോജ്യമായ സ്ഥലത്തല്ല പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചേക്കുന്നത്. വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ നേതാവ് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരപ്പെട്ട സ്ഥലമുണ്ട്. ഒന്ന്, നഗരസഭാ കോംപ്ലക്സിന്റെ സമീപത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. വെട്ടിപ്പുഴ പാലത്തിന് സമീപമായിട്ട് കുറെ ഏറെ സ്ഥലം കിടപ്പുണ്ട്. ഇത് 3 പാർക്കിംഗ് ഏരിയ ആയി നിശ്ചയിക്കണം. അവിടെ ഒരു വാച്ച്മാനെ നിശ്ചയിക്കണം. അവിടെ ഫീസ് നിരക്കില് പാർക്കിംഗ് ഏരിയയിൽ നിർമ്മിക്കണം. അതിന് നഗരസഭ മേൽനോട്ടം വഹിക്കണം. നഗരസഭ മുൻകൈ എടുക്കണമെന്ന് പറയാം. അത് നടന്നില്ല. ഈ പാർക്കിംഗ് ഏരിയകൾ പൊതുജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നില്ല. നഗരത്തിലെ ഗതാഗത ചുമതല ചെയർപേഴ്സൺ അധ്യക്ഷയായുള്ള ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റിക്കാണെന്നും എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുള്ള ഈ കമ്മിറ്റി എല്ലാ മാസവും കൂടേണ്ടതും എടുക്കുന്ന തീരുമാനങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടതുമാണെന്നാണ് ഓഗസ്റ്റ് 11 നടന്ന യോഗത്തിലെ തീരുമാനങ്ങളിൽ ഒന്നാമത്തേത്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ വികസന സമിതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ രേഖകളും അന്ന് കിട്ടിയ ഉറപ്പും തഹസീൽദാരുടെ കയ്യൊപ്പോട് കൂടി കിട്ടിയ ഉറപ്പ് ഞങ്ങൾ സമർപ്പിച്ചിരുന്നു. അന്ന് ഇതിന് ഒരു മറുപടി പോലും പറയുവാൻ ചെയർപേഴ്സന് കഴിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ അന്ന് മറുപടി പറയുന്ന ഒരു കാരണം, ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല, ഇനിയും ശ്രമിക്കാമെന്ന്. എന്തിനാണ് ഇങ്ങനെ ഒരു വികസന സമിതി? ന്യൂസ് ബ്യൂറോ, പുനലൂർ. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കല്ലുവെട്ടാങ്കുഴി അഭയ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന സമിതി അംഗം S രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിക്കുക ബുദ്ധിമുട്ടാണെന്നും ഇക്കാര്യത്തിൽ അഭയ സാംസ്കാരിക സമിതി മാതൃകാപരമായി പ്രവർത്തിക്കുന്നുവെന്നും S രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നാട്ടിൽ ജാതിക്കും മതത്തിനും പ്രായത്തിനും എല്ലാം അതീതമായി എല്ലാ വിഭാഗം മനുഷ്യരുടെയും എല്ലാ വിഭാഗത്തിലും പെടുന്ന മനുഷ്യരുടെയും വ്യത്യസ്ത വീക്ഷണമുള്ള, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, അവരെ ഒരുമിപ്പിച്ച് ഐക്യത്തോടെ ഈ നാടിന്റെ പൊതുവായ വികാസത്തിലും ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നത് ഇന്നേറെ പ്രയാസകരമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം അധ്യക്ഷയായി. വാർഡ് മെമ്പർ K ഷിബുലാൽ സ്വാഗതം പറഞ്ഞു. അഭയ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായ വിതരണം ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീർ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. S ബുഹാരി, A ഹംസ, രക്ഷാധികാരികളായ നാരായണൻ, ശശിധരൻ, മൻസൂർ, ജോയ്, കൺവീനർ PN ഫൈസൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അഭയ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിൽ ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. കുടുംബശ്രീ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ വനിതകളുടെ വടംവലിയും ശ്രദ്ധേയമായി.
കരുത്തും ആവേശവും സമന്വയിച്ച പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ മടവൂർ മഠത്തിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തി PMC മിഷൻകുന്ന് തോളിക്കുഴി 1ാം സ്ഥാനം നേടി. യാതൊരു കാരണവശാലും കാണികളാരും തന്നെ ഫിസിലടിക്കരുത്. കുടുംബശ്രീ യൂണിറ്റുകൾ തമ്മിലുള്ള വനിതകളുടെ വടംവലി കൌതുകമായി. വ്യത്യസ്തമായ മത്സരം കാണാൻ വൻ ജനാവലി കല്ലുവെട്ടാങ്കുഴിയിൽ എത്തിയിരുന്നു. ഫൈനലിൽ കൊച്ചാലമൂട് ഉദയ കുടുംബശ്രീ യൂണിറ്റിനെ പരാജയപ്പെടുത്തി കാഞ്ഞിരത്തുമൂട് സാന്ത്വനം കുടുംബശ്രീ യൂണിറ്റ് വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, കടകൽ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൌണ്ടിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കബഡി മാമാങ്കം 2014 സമാപിച്ചു. കുണ്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിറ്റി സ്പോർട്സ് ക്ലബ്ബാണ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ കൊട്ടാരക്കര ശ്രീമുരുക ക്ലബിനെ പരാജയപ്പെടുത്തി മധുരൈ അസത്തൽ വിജയികളായി. ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം MLA KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ലോക നിലവാരത്തിൽ നമ്മുടെ കളിക്കാർ ഗ്രാമപ്രദേശത്ത് തന്നെ തുടക്കത്തിൽ തന്നെ കളിച്ചു വരണം. അപ്പോൾ പരിക്കേൽക്കാതെ അവിടെ സദൈവം കളിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ലോകത്തുണ്ട്. എങ്കിൽ മാത്രമേ ലോക നിലവാരത്തിൽ വരാൻ കഴിയൂ. തൃശ്ശൂരിലെ ഒരു ലോക നിലവാരമുള്ള ഫുട്ബോൾ കോർട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്നെ വിളിച്ച് IM വിജയൻ പറഞ്ഞത്, സാർ എന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു കോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ലോകകപ്പ് കളിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളാണ്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ KB ഗണേഷ് കുമാർ MLA, KLDC ചെയർമാൻ ബെന്നിക്കക്കാട്, PC ഷാനവാസ് ഖാൻ, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു, JL നസീർ എന്നിവർ സമ്മാനിച്ചു. മത്സരങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചികിത്സാ ധനസഹായ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പോലീസ് സേന അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് അഗ്നിശമന സേനകളിലേക്ക് എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തുമെന്നും ചെന്നിത്തല കൊട്ടാരക്കരയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പോലീസ് സേനാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും പ്രീമിയം തുകയായി 20 കോടി രൂപ ഈ വർഷം തന്നെ അടയ്ക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊട്ടാരക്കരയിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ കൊല്ലം റൂറൽ SP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉടനടി ഇവിടെ പോലീസ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതിന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ വരില്ല, MP MLA കൂടി അത് നിർവഹിച്ചാൽ മതി. അവരെ ഉടനെ തന്നെ വാഹനം കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഉടനടി 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ കൺട്രോൾ റൂം, അപ്പൊ 100 വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പോലീസിന്റെ സേവനം ലഭ്യമാകും. കൺട്രോൾ റൂം 2 ആഴ്ചക്കുള്ളിൽ MP MLAയുടെ അധ്യക്ഷതയിൽ MP അത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സ്ട്രെങ്ത് കുറവാണ്, SIമാരില്ല. ഞാൻ ആഭ്യന്തരമന്ത്രി വന്ന ശേഷം ഞാൻ കണ്ട പ്രത്യേകത, PSC ലിസ്റ്റ് വന്നിട്ട് 7 വർഷമായിട്ട് കേസും എടുക്കുവാൻ നടക്കുക. ഞാൻ പറഞ്ഞ കേസ് എന്തെങ്കിലും ആകട്ടെ 251 SIമാരുടെ ട്രെയിനിങ് തുടങ്ങാൻ പറഞ്ഞു. പണമില്ലാന്ന് പറഞ്ഞു. ക്യാബിനറ്റിൽ പോയി 10 കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചു.
നമ്മൾ തുടങ്ങി, ട്രെയിനിങ് തുടങ്ങി. ഇപ്പൊ SI-മാര് ഒരു 3 മാസത്തിനകം SI-മാർ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ഇറങ്ങും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് SI-മാരുടെ ക്ഷാമം നമുക്ക് പരിഹരിക്കാൻ പറ്റും. സേനകളിൽ യുവത്വം നിലനിർത്തുന്നതിനായി പോലീസിലേക്കും അഗ്നിശമന സേനയിലേക്കും എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തും. സേനകളിൽ നിയമത്തിനുള്ള PSC ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രമായിരിക്കുമെന്നും പോലീസ് സേനയുടെ നവീകരണത്തിന്റെ ഭാഗമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും 1000 പുതിയ വാഹനങ്ങൾ സേനയ്ക്കായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കരയിൽ കമാൻഡോ വിംഗ് സ്ഥാപിക്കും. ഗുജറാത്ത്, രാജസ്ഥാൻ മാതൃകയിൽ പോലീസ് സർവകലാശാല സ്ഥാപിക്കുകയും ശാസ്ത്രീയമായി കുറ്റാന്വേഷണം സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യും. ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സർക്കാർ സംരക്ഷണം നൽകും. ബോധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പോലീസിലെ ഒഴിവുകൾ നികത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്നത് പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്രമസമാധാനം ഉറപ്പാക്കാൻ എല്ലാ നഗരങ്ങളിലും പ്രധാന റോഡുകളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റൂറൽ ജില്ലയിൽ ആരംഭിച്ച നിർഭയ ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കെടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലീംലാൽ, പുനലൂർ ASP J. ഹേമചന്ദ്രനാഥ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദക്ഷിണമേഖല ADGP A. പത്മകുമാർ സ്വാഗതവും റൂറൽ പോലീസ് മേധാവി S. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന വാട്ടർഷെഡ് പ്രോജക്ടിന്റെ എൻട്രി പ്രോജക്റ്റായ വെട്ടിപ്പുഴത്തോട് നവീകരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ആദ്യമായി വാട്ടർഷെഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന നഗരസഭയാണ് പുനലൂർ. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും പുനലൂർ നഗരസഭയും ചേർന്ന് നടപ്പിലാക്കുന്ന വാട്ടർഷെഡ് പ്രോജക്ടിന്റെ എൻട്രി പ്രോജക്റ്റായ വെട്ടിപ്പുഴത്തോട് നവീകരണം പുരോഗമിക്കുന്നു. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തോടിന്റെ നവീകരണം പൂർത്തീകരിക്കുന്നത്. 5 റീച്ചുകളിലായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ 4-5 റീച്ചുകളുടെ നവീകരണം അവസാന ഘട്ടത്തിലാണ്. കേരളത്തിൽ ആദ്യമായാണ് വാട്ടർഷെഡ് പ്രോജക്റ്റിൽ ഒരു നഗരസഭ ഉൾപ്പെടുന്നത്. പുനലൂർ നഗരസഭയിൽ വാട്ടർഷെഡ് പ്രോജക്ടിന്റെ ഭാഗമായി വട്ടമൺ, മുക്കടവ്, കലയനാട് എന്നീ 3 നീർത്തട പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി 9 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏകദേശം 20 വർഷത്തോളമായി യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും വെട്ടിപ്പുഴത്തോട്ടിൽ നടന്നിട്ടില്ല. കല്ലടയാറിന്റെ കൈവഴിയായ വെട്ടിപ്പുഴത്തോട് നവീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറയാറുണ്ടെങ്കിലും വാട്ടർഷെഡ് പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെയാണ് തോടിന്റെ നവീകരണം യാഥാർത്ഥ്യമായത്. ഇതിന്റെ തുടർ പദ്ധതികളായി വാട്ടർഷെഡ് പ്രദേശത്തെ ആളുകളുടെ ജീവിതോപാധികൾ വർദ്ധിപ്പിച്ച് അവർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കാനും അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി വെൽ റീചാർജിംഗ് ഉൾപ്പെടെയുള്ള പ്രോജക്ടുകൾ ആരംഭിക്കുമെന്ന് വാർഡ് കൌൺസിലർ G. രഞ്ജിത്ത് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്ത്രീകളുടെ രാത്രികാല യാത്രാ സുരക്ഷയ്ക്കായി പുനലൂരിൽ നിർഭയ ഓട്ടോ പദ്ധതിക്ക് തുടക്കമായി. പുനലൂർ ജനമൈത്രി പോലീസിന്റെ നിയന്ത്രണത്തിൽ നിലവിൽ 6 ഓട്ടോകളാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് രാത്രി പേടി കൂടാതെ യാത്ര ചെയ്യാൻ പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിർഭയ ഓട്ടോ പദ്ധതിക്ക് തുടക്കമായി. സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണെങ്കിലും പുനലൂർ ജനമൈത്രി പോലീസിനാണ് നിർഭയ ഓട്ടോറിക്ഷകളുടെ നിയന്ത്രണം. വാഹനം തിരിച്ചറിയുന്നതിനായി ഓട്ടോയുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും നിർഭയ ഓട്ടോറിക്ഷ എന്ന് പ്രത്യേകം സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ഇപ്പോൾ 6 ഓട്ടോകളാണ് സജ്ജമായിട്ടുള്ളത്. രാജൻ എന്ന വനിതാ ഓട്ടോ ഡ്രൈവറും പദ്ധതിയോട് സഹകരിക്കുന്നു. നിർഭയ ഓട്ടോയ്ക്കുള്ളിൽ വാഹനത്തിന്റെ നമ്പർ, ഡ്രൈവറുടെ പേര്, മൊബൈൽ നമ്പർ, മറ്റ് പ്രാഥമിക വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തും. രാത്രി ഓട്ടോയിൽ കയറുന്ന സ്ത്രീക്ക് ഈ വിവരങ്ങൾ മൊബൈലിൽ പകർത്തി വിവരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കാം. കൂടുതൽ സ്ത്രീ ഡ്രൈവർമാരെ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. 40 വയസ്സും സ്വഭാവശുദ്ധിയുമുള്ള പുരുഷ ഡ്രൈവർമാരെയാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. രാത്രി നഗരത്തിന്റെ ഏതു ഭാഗത്തുനിന്നും പോലീസ് സ്റ്റേഷനിലെ 0475222270 എന്ന നമ്പറിൽ വിളിച്ചാൽ ഓട്ടോ എത്തും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹരിശ്രീ ബുക്ക് സ്ഥാപകൻ ഹരിശ്രീ രാധാകൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ കഥാ കവിതാ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 30-നകം അപേക്ഷകൾ അയക്കണം. 40 വയസ്സിൽ താഴെയുള്ള എഴുത്തുകാരിൽ നിന്നാണ് രചനകൾ ക്ഷണിക്കുന്നത്. കഥയ്ക്കും കവിതയ്ക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 5001 രൂപ വീതമാണ് അവാർഡ് തുക. കവിത 30 വരിയും കഥ 4 പേജും കവിയാൻ പാടില്ല. രചനയുടെ 3 കോപ്പികളും രചയിതാവിന്റെ പൂർണ്ണമായ മേൽവിലാസവും ഫോട്ടോയും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 2014 ഒക്ടോബർ 30-നകം അയക്കണം. വിലാസം ഇതാണ്: R. ഹരികൃഷ്ണൻ, ഹരിശ്രീ, മധുരഞ്ചേരി, മഞ്ഞമൺകാല, പുനലൂർ 691305, കൊല്ലം ജില്ല. മൊബൈൽ 9645403357. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിയെത്താത്തതിനാൽ തെന്മല വൈൽഡ് ലൈഫ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സംഭവത്തിൽ പ്രതിഷേധം ശക്തം.
പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം നേരം പോക്കാകുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ്. തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ലെന്നും ആക്ഷേപം. കേരളത്തിൽ പോലീസ് സർവകലാശാല സ്ഥാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സേനയിലേക്കുള്ള PSC ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.